ഈ-മിത്രം എന്നൊരു സേവന കേന്ദ്രമാണ്. സേവന കേന്ദ്രം. അതായത് കേരളത്തിൽ 2000-ഓളം വരുന്ന സേവന കേന്ദ്രങ്ങളാണ്. ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ സേവനങ്ങളാണ് ഇവിടെ കിട്ടുക. കരമടച്ച രസീത്, സർക്കാരിൻ്റെതായിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ്, വിമാന ടിക്കറ്റ്, അല്ലേ? അങ്ങനെ എന്തൊക്കെ സർവീസ് ഉണ്ടോ അതെല്ലാം ഈ മിത്രം വഴി ലഭിക്കുമെന്ന് അർത്ഥം. അതായത് സാധാരണ ജനസേവനങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ തേർഡ് പാർട്ടി സർവീസുകളും കൂടെ അവിടെ കിട്ടും. ഇപ്പം നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ നാട്ടിൽ എനിക്ക് ഈ മിത്രത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്കൊക്കെ ബിസിനസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. ഇതെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളോടൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടൊരു നന്ദി പറയണം. അതിൻ്റെ ഭാഗമായിട്ട് സന്തോഷ് സാർ നമ്മുടെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. ഈ മിത്രം ഇതാണ് സാറിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. ഞങ്ങൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ സമയമായത് ഇപ്പോഴാണ്. ഞങ്ങളൊരു പോഡ്കാസ്റ്റിൽ സാറ് വരും, സാറ് കൊണ്ട് സാറിൻ്റെ ഒരു കഥ പറയും. അത് ഭയങ്കര ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്, അല്ലേ? സന്തോഷം. അപ്പോൾ സാറേ, ആക്ച്വലി എന്താണ് ഈ മിത്രം എന്ന് പറഞ്ഞത്? ഈ-മിത്രം എന്നൊരു സേവന കേന്ദ്രമാണ്. സേവന കേന്ദ്രം. അതായത് കേരളത്തിൽ 2000-ഓളം വരുന്ന സേവന കേന്ദ്രങ്ങളാണ്. ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ സേവനങ്ങളാണ് ഇവിടെ കിട്ടുക. ഈ മിത്രം വഴി. 2000 സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മിത്രത്തിന്റെ ഫ്രാഞ്ചൈസി 2000-ഓളം ഫ്രാഞ്ചൈസികളുണ്ട്. അതാണ് മെയിൻ പരിപാടി, അല്ലേ? ഉദാഹരണത്തിന് ഞാനൊരു സാധാരണക്കാരൻ, എനിക്കിപ്പോഴും കറണ്ട് ബില്ലോ, കരമടച്ച രസീത്, സർക്കാരിൻ്റെതായിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ്, വിമാന ടിക്കറ്റ്, അല്ലേ? അങ്ങനെ എന്തൊക്കെ സർവീസ് ഉണ്ടോ അതെല്ലാം ഈ മിത്രം വഴി ലഭിക്കുമെന്ന് അർത്ഥം. ലഭിക്കും. അത് മാത്രമല്ല, അല്ലാതെ തന്നെ മറ്റു പ്രൊഡക്റ്റുകൾ, സർവീസുകളോട് അവിടെ കിട്ടും. അതായത് സാധാരണ ജനസേവനങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ തേർഡ് പാർട്ടി സർവീസുകളും കൂടെ അവിടെ കിട്ടും. അതാണ് പ്രത്യേകത. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഏതൊരു സിറ്റുവേഷനിലൂടെയും ഈ മിത്രം അവരെ സഹായിക്കുമെന്ന് അർത്ഥം. യെസ്, തീർച്ചയായും. ഓക്കെ. അതാണ് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാറേ, ഞാനിപ്പോൾ ഒരു വേറെ ഉദാഹരണപ്പെട്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ നമ്മളുടെ ഈ മിത്രത്തിന്റെ ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാരാണെന്ന് വിചാരിക്കും. സപ്പോസ് ഞാനിപ്പോൾ ഈ മിത്രം ഫ്രാഞ്ചൈസി എടുത്താണെങ്കിൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ഈ മിത്രം ഫ്രാഞ്ചൈസി എടുത്ത് കൊടുക്കുന്നവർക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതേപോലുള്ള ഓൺലൈൻ സേവനങ്ങൾ ചെയ്തു കൊടുക്കാം. അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മറ്റ് കമ്പനികളുണ്ട്, അവരുടെ സർവീസും അവർക്ക് ആ സെന്റർ വഴി നടത്തി കൊടുത്ത് അതിൽ കൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ പ്രത്യേകത വെച്ചാൽ സാധാരണ ഒരു ജനസേവന കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ്, ചെറിയ ഓൺലൈൻ സർവീസുകൾ, ഇത് മാത്രമല്ല ചെയ്യുന്നത്. അതല്ലാതെ അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മറ്റ് സർവീസുകളുണ്ട്, ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയണം. അല്ല, അത് മാത്രമല്ല സാറേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ നാട്ടിൽ എനിക്ക് ഈ മിത്രത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? അതിന് ഡോക്യുമെൻ്റായിട്ട് ആകെ വേണ്ടത് ഒരു ആധാർ കാർഡും പാൻ കാർഡും ആണ് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയോ അങ്ങനത്തെ ഒന്നും നമുക്ക് നോക്കുന്നില്ല. കാരണം ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതിനോടുള്ള ബാക്കിൻ്റെ സപ്പോർട്ട്, ട്രെയിനിങ് എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ വേണ്ടത് ഒരു കടമുറി, പിന്നെ 1-2 കമ്പ്യൂട്ടർ, അത് മാത്രം മതി. പിന്നെ ഒരു നെറ്റ് കണക്ഷനും. ബാക്കി എല്ലാ സംവിധാനങ്ങളും, ലൈസൻസിങ് ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, ബാക്കിന്റെ സപ്പോർട്ട് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ നൽകുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ അരൂക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അരൂക്കുറ്റി ഒരു ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഈ മിത്രം എന്തെങ്കിലും ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു അത് ഗ്രാമങ്ങളിൽ തൊട്ടടുത്ത് തന്നെ കൊടുക്കില്ല. ഒരു ഈ മിത്രം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ഈ മിത്രം കൊടുക്കില്ല. അതായത് 2 പേർക്കുള്ള ബിസിനസ്സിൽ എത്ര ഇതിലാണ് കൊടുക്കുന്നത്? അതായത് പഞ്ചായത്തിലെല്ലാം ഒരു 500 മീറ്ററോളം ഒരു ദൂരെയാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ് കൊടുക്കുള്ളൂ. പിന്നെ ടൗൺ ഏരിയകളിൽ മാത്രം, അതായത് ജനപ്പെരുപ്പം, പോപ്പുലേഷൻ അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ആണല്ലേ? അതിനെന്തായാലും റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഫ്രാഞ്ചൈസി കൊടുക്കില്ല. ഓക്കെ. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വളർന്നു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവീസുകളും ഈ മിത്രം വഴി പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഒരു സാധ്യത. ഉദാഹരണത്തിന് ഞാനൊരു ട്യൂഷൻ നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ട്യൂഷൻ ഒരു ഓൺലൈൻ പഠിപ്പിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക്
എൻ്റെ ട്യൂഷൻ സർവീസിനെ 2000-ഓളം സർവീസ് പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് ഈ മിത്രം സഹായിക്കും അല്ലേ? അതെന്താ ആക്ച്വലി സാറേ ചെയ്യുന്നത്? അതെ, ഈ മിത്രം എന്നത് ഇപ്പോൾ 2000-ഓളം ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മൾ 2024 ഒരു 5000 ഫ്രാഞ്ചൈസി കേരളത്തിൽ ഉണ്ടാക്കുക, അവിടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ് ഹബ്ബ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ചിങ് ഹബ്ബ് എന്നതിൽ മാറുക എന്നാണ്. അതായത് ഒരു സ്റ്റാർട്ടപ്പ്, ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്യൂഷൻ, ഒരു ആപ്പ് എന്ന് വിചാരിക്കുക, അത് ഉണ്ടാക്കുന്ന ഒരാൾക്ക് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. കുറെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വെളിച്ചം കാണാതെ ഉണ്ട്. ഇതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരേ സമയത്ത് ഈ 2000-ഓളം ഫ്രാഞ്ചൈസി, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന 5000-ഓളം ഫ്രാഞ്ചൈസികളിൽ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ബിസിനസ് അത് ലോഞ്ച് ചെയ്യിക്കാൻ പറ്റും. ലോഞ്ച് ചെയ്യിക്കാം, അതും ചെലവുകൾ കുറഞ്ഞ്. സാധാരണ ഒരു പേപ്പറിൽ പരസ്യം കൊടുത്തെല്ലാം ചെയ്യുമ്പോൾ എത്രയാണ് വലിയ ചെലവ് വരും. കാരണം ഹോൾഡിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ വലിയ എമൗണ്ട് വേണം. ഇതേ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു സെന്ററിൽ ഒരു ദിവസം 100 തൊട്ട് 200 ആൾ കയറിറങ്ങുന്നതാണ് ആ സ്ഥലത്തോട്ട് തന്നെ, ഒരു സെന്ററിൽ. അതേപോലത്തെ 2000-ഓളം സെന്ററുകൾ ഇപ്പോഴുണ്ട്. അവിടുന്ന് അത്രത്തോളം ആളുകളോട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് അവരുടെ മാർക്കറ്റിംഗ് ചെലവ് കുറയും, സാധാരണ ജനങ്ങളിലോട്ട് എത്തും, ഏത് ലോക്കൽ പോയിന്റുകളിൽ അവരുടെ സർവീസ് എത്തും. അതാണ് അവരുടെ ഗുണം. ഇപ്പോൾ ഇതിൻ്റെ അകത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ഓഡിയൻസിന് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകാം. ഇപ്പം ഞാനൊരു ട്യൂഷൻ ആപ്പ് നടത്തുന്ന ഒരാളാണ്, വേറൊരാളും ഇതേപോലെ ഒരു ട്യൂഷൻ നടത്തുന്നതാണ്, കോൺഫ്ലിക്റ്റ് വരാനുള്ള പോസിബിലിറ്റീസ് ഇല്ലേ? അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യും? അതായത് ഞങ്ങൾ ഒരു ടൈപ്പിന്റെ ഒരു രീതിയിലായിരിക്കും. അതെങ്ങനെയാണ് അവരുമായിട്ട് ടൈപ്പ് ചെയ്യുന്ന ആ രീതിയിൽ അതിന് പ്രത്യേക ഒരു അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ടാക്സ് ചെയ്യുന്ന GST ഒക്കെ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഈ മിത്രത്തിൽ ജോയിൻ ചെയ്യുന്ന വിചാരിക്കുക, വേറൊരാൾ വന്നിട്ട് അയാളും അതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അയാളെ റിസീവ് ചെയ്യുമോ? ഇല്ല, തീർച്ചയായും ഇല്ല. അതായത് ആദ്യം വന്ന ആളെയാണ് നമ്മൾ സ്വീകരിക്കുക. BNA ചാപ്റ്റർ പോലെ ഒരു കാറ്റഗറി അല്ലേ? ഓക്കെ. അല്ല ഇതെന്തായാലും പിന്നെ അതിനെന്തെങ്കിലും സർവീസുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കുഴപ്പങ്ങൾ വരികയാണ്, നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് പുതിയൊരു ആളെ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ സർവീസിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മിത്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2000+ സർവീസ് പോയിന്റുകളിലേക്ക് നിങ്ങളുടെ സർവീസ് എത്തും. ഇനി അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സർവീസ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ മിത്രം അതിനെ സഹായിക്കും. അതാണ് അതിൻ്റെ യുണീക്നെസ്. സന്തോഷ് സാറിൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിട്ട് സാർ ഇങ്ങനെയൊന്നും ഒരാളല്ലായിരുന്നു. അപ്പോൾ സാറൊരു പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിയൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഓൺട്രപ്രണേഴ്സായിട്ടുള്ള ആയ ആൾക്കാർക്കും ഓൺട്രപ്രണർഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളൊരു സ്റ്റോറി ആയിരിക്കും സന്തോഷ് സാറിൻ്റെ. എന്തായാലും ഡെഫിനറ്റ്ലി പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ 2 ആളുകളൊന്ന് പരിചയപ്പെടും. ഒന്ന് ഇവിടെ നമ്മുടെ എൻ്റെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്സ് ജിഷ്ണു ഉണ്ട്. വിഷ്ണു ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ഈ മിത്രം എന്ന് പറയുന്ന ഒരു സർവീസിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിഷ്ണു. സന്തോഷം. അതെ, മൈക്ക് വിഷ്ണുവിൻ്റെ ഇതൊക്കെ നമുക്ക് കൊടുക്കാം. വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയണം. കാര്യം GSTയുടെ ഉസ്താദാണ്. ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വിഷ്ണുവാണ്. താങ്ക് യു സോ മച്ച്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ഒരാളോടെ ഉണ്ട്. വിഷ്ണുവിനോട് നന്ദിയുണ്ട്. അപ്പോൾ ഈ മിത്രവുമായിട്ട് അസോസിയേറ്റ് ഇപ്പോൾ എത്ര നാളെ? ഈ മിത്രമായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നതല്ലേ. ഇപ്പൊ ഇതേപോലെ ആഡ് ചെയ്യപ്പെട്ട ആളാണ് അല്ലേ സാറേ? അല്ലേ? ഇപ്പൊ GST സർവീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് പോക്കറ്റ് ടാക്സ് ആണ്. അതെ. അപ്പൊ എന്താണ് നിനക്ക് കിട്ടിയൊരു ബെനിഫിറ്റ്? എന്താ? തീർച്ചയായിട്ടും ഈ 2000-ലധികം കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്താൻ പറ്റി. പിന്നെ നമുക്ക് കൂടുതലും ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ സർവീസ് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഈസി ആയിട്ട് നമുക്കൊരു ഡയറക്റ്റ് ആക്സസ് ഈ പറഞ്ഞ ഈ മിത്രം വഴി കിട്ടി. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രാൻഡ് വളരുകയാണല്ലോ. അതെ. അല്ല അത് മാത്രമല്ല, ഇപ്പോൾ 2000 സർവീസ് പോയിന്റിൽ ചെന്ന ഒരാൾ GST സംബന്ധമായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ കുഴപ്പമില്ല, ഞങ്ങളുടെ ഈ മിത്രത്തിലൊരു പോക്കറ്റ് ടാക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടെന്നും പറഞ്ഞ് നിന്നെ സമീപിക്കുകയും ബിസിനസ് കിട്ടും. എക്സാക്ട്ലി. ഞങ്ങളിപ്പോൾ ടാക്സ് മിത്ര എന്നുള്ളൊരു ബ്രാൻഡിലാണ് ഈ മിത്രമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രാഞ്ചൈസീസിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് ടീം ഇവിടെ ഉണ്ട്. ദെൻ പിന്നെ നമ്മുടെ ഓഫീസിൽ ഒരു ഓൾമോസ്റ്റ് 30 മെമ്പേഴ്സ് ടീം ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അപ്പോൾ അവരെ നമുക്ക് ഓൺ ടൈം തന്നെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ല ഇതൊരു എക്സാമ്പിൾ ആണ് കണ്ടോ. ഇപ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു സർവീസ് ഓൾറെഡി ഈ മിത്രത്തിൽ വിഷ്ണുവിന് ആഡ് ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ നിങ്ങൾക്കും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ല, ഏതെങ്കിലും പ്രൊഡക്റ്റ് പിന്നീടാണ് ആഡ് ഓൺ ചെയ്യുന്നത്, സർവീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിത്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. സന്തോഷം. താങ്ക് യു സോ മച്ച് മാൻ. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാട്ടോ. അപ്പോൾ ഇതൊരു യുണീക്ക് പരിപാടിയാണ്. അതുപോലെ തന്നെ വേറെ ഒരു ബ്രാൻഡ് ഉണ്ട്, അതാണ് അജിനോറ. അജിനോറെ കുറിച്ച് പറയുമ്പോൾ മഞ്ജു വാര്യർ
റെയിൻബോ കളർ സാരി എടുത്ത വന്നൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരും ഈ മിത്രവുമായിട്ട് അസോസിയേറ്റ് അല്ലേ? എത്ര നാളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്? അതിപ്പോൾ 6 മാസമായിട്ടുണ്ട്. ആണല്ലേ? അദ്ദേഹത്തെ പരിചയം. അവരെ ഓരോരുത്തരും നമ്മൾ പരിചയപ്പെട്ടെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ അജിനോയുടെ കാര്യക്കാരെ കുറിച്ച് നമ്മൾ ഇവരൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ മൈക്ക് കുത്തുന്നതാണ്. സന്തോഷം കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ മിത്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു കോൺവെർസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താ? സന്തോഷം സാറിന് നോക്കണ്ട. നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു എക്സ്പെൻസ് വളരെ കുറഞ്ഞു കിട്ടി. മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറഞ്ഞു. അതെ, ഏകദേശം ഇവർക്ക് ഈ മെത്രയ്ക്ക് 2000-ന് മേളിൽ സർവീസ് പോയിന്റ്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കാൻ പറ്റി. ഈ അജിനോറയിലുള്ള എല്ലാ പ്രൊഡക്ട്സും അവർക്ക് അവിടുന്ന് കാൻഡിഡേറ്റ്സിന് അവിടുന്ന് തന്നെ കിട്ടുന്നതാണ്. അത് വലിയൊരു ബെനിഫിറ്റ് ആണ് ആക്ച്വലി. അതുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും. അതായത് 2000 സെന്ററുകളുടെ സേവനം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. അതായത് നമ്മള് ഈ ചെറിയ റൂറൽ ഏരിയയിലേക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അജിനോനെ കുറിച്ച് ഞാൻ പറയായിരുന്നു, മഞ്ജു വേറെ റെയിൻബോ കളർ സാരി അഡ്വർടൈസ്മെന്റ്. അതെ, മഞ്ജു വാര്യരാണ് നമ്മുടെ. എന്തൊക്കെ സർവീസാണ് അജിനോറ കൊടുക്കുന്നത്? അജിനോറ നമ്മള് ബേസിക് എൻട്രൻസ് മുതലുണ്ട്. എൻട്രൻസ് മുതൽ? അതെ, നമ്മൾ 8th ട്യൂഷൻ മുതൽ ജോബ് വരെ, അതായത് സ്കൂളിംഗ് ടു ടിൽ ജോബ്, അത്രയും സർവീസസ് നമ്മളുണ്ട്. എൻട്രൻസ് ഉണ്ട്, നമുക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ ഉണ്ട്, OET IELTS ട്രെയിനിങ് ഉണ്ട്, ജോബും ഉണ്ട്, ജോബ് പ്ലേസ്മെന്റ് ഉണ്ട്. അതെ, നമ്മളൊരു റിക്രൂട്ട്മെന്റ് കമ്പനി കൂടിയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഒരു ട്രെയിനിങ് സെന്റർ റിക്രൂട്ട്മെന്റ് കമ്പനി, അത് നമ്മൾ വൺ ഓഫ് ഇന്ത്യയിലെ ഏക ട്രെയിനിങ് സെന്റർ ആണ് റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉള്ളത്. അതെ, അത് അജിനോറയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ നമ്മൾ 2 ആളുകളെ ഇപ്പൊ പരിചയപ്പെടുമല്ലോ. സന്തോഷം. ഇവരൊക്കെ നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ 2000-ഓളം ഫ്രാഞ്ചൈസി ഓൾറെഡി ഈ മിത്രം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനിയും ഒരു പക്ഷേ ഫ്രാഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സമീപിക്കാം അല്ലേ? തീർച്ചയായും. അത് മാത്രമല്ല, സർവീസുകൾ ഇപ്പം നിങ്ങളുടെ ഒരു സർവീസ് മാർക്കറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, സന്തോഷ് സാറുമായി സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൽ ചെയ്യാവുന്നതാണ് അല്ലേ? അതായത് ഏറ്റവും ചുരുങ്ങിയ ചെലവ് ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് പ്രത്യേകത. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സാധാരണ നമ്മളായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ലക്ഷങ്ങൾ മുടക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ചോളം വെറും 1 ലക്ഷം രൂപയ്ക്ക് തന്നെ പുതിയ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. അപ്പൊ ഈ മിത്രത്തിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെന്ന് അതിന്റെ കോസ്റ്റ് വരുന്നത്, അതായത് ഫ്രാഞ്ചൈസി ചാർജ് 30,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിൽ കുറെ സർവീസുകൾ വേറെയുണ്ട്. അതായത് മിനി ATM പോലുള്ള ആ സർവീസുകൾ അടക്കമാണ് നമ്മുടെ ഈ എമൗണ്ട് വരുന്നത്. ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1-2 കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറും അതിന് ട്രെയിനിങ് കൊടുക്കുമല്ലോ. അതിന് ട്രെയിനിങ്, ലൈസൻസിങ് തരും. ലൈസൻസ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, അത് നമുക്ക് ഒരു ഓൺലൈൻ സ്ഥാപനങ്ങൾ ആർക്കും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അത് ലൈസൻസോട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഗൂഗിൾ പേ, ഒരു പണം ക്യാഷ് അടക്കേണ്ടത് ഗൂഗിൾ പേ വഴി ചെയ്യാം. പക്ഷെ അത് ബോർഡ് വെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ലൈസൻസ് വേണം. അതേപോലെ റെയിൽവേ ടിക്കറ്റ് ആർക്കും മൊബൈലിൽ എടുക്കാൻ പറ്റും. പക്ഷെ അത് വിപണനാടിസ്ഥാനത്തിൽ ചെയ്യണമെങ്കിൽ, വിൽക്കണമെങ്കിൽ, ബോർഡ് വെച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് വേണം. അതേപോലത്തെ ലൈസൻസുകൾ ഞങ്ങൾ കൊടുക്കും. പിന്നെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ട്രെയിനിങ് കൊടുക്കും. ഒരു പ്രത്യേക ട്രെയിനിങ് നമുക്ക് സെക്ഷൻ ഉണ്ട്, വിങ് ഉണ്ട്, ട്രെയിനിങ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ബാക്കിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനസേവനം ആർക്കും തുടങ്ങാം. അല്ലൊരു ഫോട്ടോസ്റ്റാറ്റ് സംഭവം. പക്ഷെ അത് ചിലർ തുടങ്ങുക, പൂട്ടുക, അതാണ് നമ്മുടെ നാട്ടിലെ ഒരു ശൈലി. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ബാക്കിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഓഫീസാണ് ഈ കാണുന്നത് അല്ലേ? ഇതുണ്ട്. പിന്നെ കണ്ണൂർ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ IT ഡിവിഷനിൽ മൈസോണിൽ, അവിടെയാണ് നമ്മുടെ മറ്റു വിങ് ഉള്ളത്. പിന്നെ നമ്മുടെ കണ്ണൂർ തന്നെ വേറൊരു ഓഫീസും കൂടെ ഉണ്ട്. അങ്ങനെ 3 ഓഫീസാണ് നമുക്കുള്ളത്. അപ്പൊ എന്തായാലും സന്തോഷ് സാറിനെ കാണാൻ സാധിച്ചു. പോഡ്കാസ്റ്റിൽ വരുമ്പോഴാണ് ഇനിയും സ്ക്രീനിൽ വേറെ കാണാൻ പോകണം. ഒരുപാട് കഥകൾ സാറിന് പറയാനുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം കേട്ടോ. നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിലും ഒരാളുകൾക്ക് നന്മ വരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് വ്യത്യസ്ത രൂപത്തിൽ പുതിയ കോൺസെപ്റ്റുകൾ, ഐഡിയാസൊക്കെ നമ്മുടെ നാട് വികസിക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരും. മറ്റു വീണ്ടും കാണാം. ബൈ.